അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ദാനിയേൽ പ്രവാചക പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ദാനിയേൽ 6-3-4 വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും ശിഷ്ടനായി തുടങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവൻ കണ്ടെത്തിയില്ല. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ രാജാവ് നൽകുവാൻ ആഗ്രഹിച്ചതായ ആഗ്രഹവും അവൻ്റെ സ്വഭാവ രീതിയും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ശത്രുവായ പൈശാചിക മണ്ഡലം അവൻ്റെ ജീവിതത്തിൽ വല്ല തെറ്റും കണ്ടെത്തുവാൻ കഴിയുമോ എന്ന് പരിശോധന നടത്തുവാൻ ഇടയായി. ആ പരിശോധന നടത്തിയപ്പോൾ വചനം പറയുന്നത്, എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു കുറ്റവും, ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ നമ്മൾ വിശ്വസ്തരായി ജീവിച്ചാൽ നമുക്കിട്ട് പണി തരാൻ ആര് നോക്കും? സ്തോത്രം. ഒരു ദൈവ പൈതലായാൽ ഒന്നും ഉണ്ടാകില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവ പൈതലായാൽ ശത്രുവിൻ്റെ മുൻപിൽ നീ ഒരു നോട്ടപ്പുള്ളിയാണ്. എന്നാൽ നോട്ടപ്പുള്ളിയായി നീ നടക്കുമ്പോൾ നീ ഏകനല്ല, നിന്റെ കൂടെ നിന്റെ ഉടമസ്ഥനുണ്ട്. സ്തോത്രം. ഏത് കെണി ശത്രു ഒരുക്കിയാലും അതിന്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം. ഇവർ അന്വേഷണം നടത്തി ഇവനെങ്ങനെ ഒതുക്കാം, എന്നിട്ട് പണി എങ്ങനെ കൊടുക്കാം. അവരന്വേഷണം നടത്തിയപ്പോൾ പിശാച് കണ്ടെത്തിയത് ഒറ്റ കാര്യമേ ഉള്ളൂ: ഇവനെ ഒതുക്കാൻ കഴിയണമെങ്കിൽ ഇവന്റെ ദൈവമായുള്ള ബന്ധത്തോട് മാത്രമേ ഒതുക്കാൻ കഴിയൂ. മനസ്സിലാകുന്നുണ്ടോ? വിശ്വസ്തതയോടുകൂടെ ഒരു ദൈവ പൈതൽ നടന്നാൽ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയില്ല. നിന്നെ തൊടണമെങ്കിൽ ആരനുവദിക്കണം? നിന്റെ ഉടമസ്ഥൻ അനുവദിക്കണം. എങ്കിൽ മാത്രമേ നിന്നെ എന്ത് ചെയ്യാൻ കഴിയൂ? തൊടാൻ കഴിയൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, പത്രോസേ, ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പിശാച് അനുവാദം ചോദിച്ചു. എങ്ങനെ? ഗോതമ്പ് പാറ്റുന്നത് പോലെ. അവന്റെ അഡ്രസ് പോലും കാണില്ലായിരുന്നു ഏൽപ്പിച്ചു കൊടുത്താൽ. സ്തോത്രം. അപ്പോൾ വിശ്വസ്തതയോടുകൂടെ ഒരു ദൈവ പൈതൽ യാത്ര ചെയ്താൽ നിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ നിന്നെ തൊടണമെങ്കിൽ ആരോട് അനുവാദം ചോദിക്കണം? മനസ്സിലായോ? ഒറ്റയ്ക്കല്ലെന്ന്, ഉടമസ്ഥനുണ്ടെന്ന്. ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നുവെങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര ആപത്ത് വന്നാലും എന്ത് വന്നാലും അതിന്റെ ഉത്തരവാദി ആരാ? ആ കമ്പനി ആയിരിക്കും. സ്തോത്രം. അപ്പോൾ വിശ്വസ്തതയോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ആ യാത്രയിൽ ഏതവസ്ഥയിലൂടെ നീ മുന്നോട്ട് പോയാലും നിന്റെ ഉടമസ്ഥൻ ഉത്തരവാദിയാ. മനസ്സിലാകുന്നുണ്ടോ? ആ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കാതെ നിന്നെ തൊടാൻ കഴിയില്ലെന്ന്.
എന്നാൽ ഇവിടെ ഉണ്ടായ സംഭവം, മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവരൊരു കെണി ഇവന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ കെണിയുടെ ഭാഗങ്ങൾ അവിടെ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്. അപ്പോൾ ആ പുരുഷന്മാർ ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു എന്ന് ഉണർത്തിച്ചെന്നാൽ, ദാരിയോസ് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ. പ്രാർത്ഥന വിഷയത്തിൽ ഒരു കെണി ഒരുക്കാൻ ആര് തീരുമാനിച്ചു? സ്തോത്രം. ഇവന്റെ ഉയർച്ചയാണ്, ഇവന്റെ ജീവിതത്തിലെ അനുഗ്രഹമാണ് ഈ കെണിക്ക് അവരെ പ്രേരിപ്പിച്ച ഘടകം. അവിടെ നമ്മൾ വായിച്ച ആ തിരുവചന ഭാഗത്ത് 3-ാം വാക്യത്തിൽ പറയുന്നു, രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു മാന്യത, ഒരു ശ്രേഷ്ഠത ദാനിയേലിന് ലഭിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ കണ്ടു. ശ്രദ്ധിക്കണം, ഇവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്, കാണുമ്പോൾ ചിരിക്കുന്നവരാണ്, കാണുമ്പം വലിയ ഇഷ്ടമാണ്, പക്ഷെ പുറകിക്കോടെ പണിയൊരുക്കുക. അപ്പോൾ ദൈവപൈതലായി യാത്ര ചെയ്യുമ്പോൾ എല്ലാവരെയും എന്ത് ചെയ്യരുത്? കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്തോത്രം. പണി തരുന്നത് കൂടെ ഉള്ളവരായിരിക്കും, പുറത്തുള്ളവരല്ല, ദൈവമക്കൾ തന്നെയായിരിക്കും. കാരണം അവനേക്കാളും നന്നാകുന്നത്, അല്ലെങ്കിൽ അവളെക്കാളും നന്നാകുന്നത് കാണുമ്പോൾ അവളുടെ ഒരു നടപ്പ്, ഒരു പണി എന്ത് ചെയ്യണം? സ്തോത്രം. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല, പ്രാർത്ഥന തന്നെ ഒരു പണി കൊടുക്കാം. അങ്ങനെ രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. സ്തോത്രം. അങ്ങനെ ഒരു രേഖ എതിരായി എഴുതപ്പെട്ടു. ഈ എഴുതപ്പെട്ട രേഖ അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ച്. അങ്ങനെ ദാരിയോസ് രാജാവ് രേഖയും വിരോധകൽപ്പന എഴുതിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദൈവിക ബന്ധത്തിൽ വ്യതിയാനം വരുത്തില്ല എന്ന് ആര് തീരുമാനിച്ചു? വ്യക്തിപരമായുള്ള തീരുമാനമാണ്. വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, അത് ചെയ്യാൻ ആര് തയ്യാറായില്ല. സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവവ്യവസ്ഥ പാലിപ്പാൻ നീ തയ്യാറാണോ? സ്തോത്രം. അത് പാലിച്ചാൽ പ്രത്യാഘാതങ്ങൾ എന്തുണ്ടാകുമെന്ന് നീ ചിന്തിച്ച് നീ വ്യാകുലപ്പെടണ്ട. നീ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് നിനക്കുണ്ടാകുന്ന വിഷയങ്ങളുടെ മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. രേഖ എഴുതിയിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. വേണമെങ്കിൽ കതക് തുറക്കാതെ പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ വ്യവസ്ഥ കിടക്കുന്നത് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കണം. കിളിവാതിൽ തുറന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവൻ അടിമയാണ്. സ്തോത്രം. അടിമയായി കിടക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഒരുവൻ പ്രാർത്ഥിക്കേണ്ടത് യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കിളിവാതിൽ തുറന്നാൽ അതിന്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയെന്ന. പ്രാർത്ഥിക്കുന്നത് ഭവനത്തിനകത്താണ്, പക്ഷേ കിളിവാതിൽ എന്ത് ചെയ്തു? തുറക്കപ്പെട്ടു. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവൻ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയെന്ന്.
കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 3 മണിക്ക് എഴുന്നേറ്റു. അത് കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ഞാൻ വെളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. അത് എന്നോട് വെളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദം കൂടി. സ്തോത്രം. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയാം, നിങ്ങൾ പുറത്തിരുന്നിട്ട് പതുക്കെ പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവം പ്രാർത്ഥന കേൾക്കില്ലേ? എടാ, ഇത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ശബ്ദം കൂട്ടണമെന്ന് കരുതിയിട്ടല്ല അത് കൂടുന്നേ. സ്തോത്രം. ശബ്ദം കൂടുമ്പോൾ ചിലർക്ക് ഇതൊരു മറ്റുള്ളവർ കേൾക്കില്ല എന്നാ പറയുന്നേ. സ്തോത്രം. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചത് അർദ്ധരാത്രിക്കാ. വിടുതലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചത്. അവർ പ്രാർത്ഥിച്ചത് ദൈവമായുള്ള ബന്ധത്തിൽ. അവർക്ക് ആ സന്ദർഭമാണ് ഉചിതമെന്ന് തോന്നിയത്. സ്വസ്ഥമായ സമയത്ത് അവർ ദൈവമായി ബന്ധം പുലർത്തിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയത്. ആ ശബ്ദം കേട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് കൊട്ടഴിഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോൾ ബുദ്ധിമുട്ടുണ്ടായവന്റെയും കെട്ടഴിഞ്ഞത്. പ്രാർത്ഥിച്ചവന്റെ കെട്ടഴിഞ്ഞതല്ല, ആ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കെട്ടഴിഞ്ഞു. നിന്റെ പ്രാർത്ഥന മറ്റൊരുവൻ ശ്രദ്ധിക്കുന്നെങ്കിൽ നീ അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ, ശത്രുവിന്റെ പ്രവർത്തികൾ തകരുന്നത്, അത് തകർന്നു മാറുന്നത് കാണുവാൻ കഴിയുമെന്ന്. സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പം ഇവന് സന്തോഷമല്ല കിട്ടിയത്. രാജാവ് വന്നു, ഇവനെ കൊണ്ടു ചെന്നു, ഒരുക്കിയിരുന്ന സിംഹക്കുഴിക്കകത്തിട്ടു. ഒരു രാത്രി ആ സിംഹക്കുഴിക്കകത്ത് ദാനിയേൽ വീണു. ഇത് രേഖ എഴുതിപ്പിച്ചവരും ഇവനെ കൊണ്ടിടുവാൻ പോയി ഇടിയിച്ചവരും നൃത്തം ചെയ്ത് കാണാം. രാത്രി ദാനിയേൽ തീർന്നടാ. എന്നാൽ പ്രഭാതത്തിൽ രാജാവ് പോയി നോക്കിയപ്പോൾ സിംഹം കേടുവരുത്താത്ത ഹല്ലേലൂയ ദാനിയേൽ സ്വസ്ഥമായിരിക്കുന്നത് കണ്ട ഹല്ലേലൂയ എതിരായി നിന്നവന്റെ ഹല്ലേലൂയ പദ്ധതികൾ തച്ചുടയപ്പെടുക, ഒരു പ്രവർത്തിക്കുടമയായി മാറുക, ഒരു ദൈവിക പ്രവൃത്തി ദാനിയേലിന് വേണ്ടി ദൈവം ചെയ്യുന്നത് ആ വചനത്തിലൂടെ കാണുകയാ. അല്പം വേദന ആരനുഭവിച്ചു? ദാനിയേൽ അനുഭവിച്ചു. മറ്റുള്ളവർ ഒരു രാത്രി സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ തുടർന്നുള്ള ഭാഗങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജകൽപ്പന പുറപ്പെട്ടത് രേഖ എഴുതിച്ചവർ മാത്രമല്ല, അവരുടെ കുടുംബമടക്കം ആ സിംഹത്തിന്റെ കുഴിക്കകത്ത് വീഴുവാനിടയായി. വചനം പറയുന്നത് ഇങ്ങനെയാ, ദൈവമേ നിനക്കെതിരെ ശത്രുവായവനൊരു പദ്ധതി ഒരുക്കുമ്പോൾ ഹല്ലേലൂയ അവസരം ലഭിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ശത്രുവായി ഹല്ലേലൂയ നിന്നവൻ അനുകൂലമായി മാറിയില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ചലിച്ചാൽ അന്ധകാര ശക്തി മാത്രമല്ല കുടുംബമടക്കം ഇല്ലാതെയാകുന്ന ഒരനുഭവത്തിനുടമയായി മാറുന്നത് കാണുവാൻ കഴിയുകയില്ല. ആളുകളുടെ ചിന്ത പെന്തക്കോസ്തുകാരുടെ മണ്ടയിലേക്ക് അങ്ങ് എങ്ങനെ വേണമെങ്കിൽ കയറാമെന്ന. സഭയിലുള്ളവരുടെയും ചിന്ത ആരുടെ മണ്ടയിൽ എങ്ങനെ വേണമെങ്കിലും കയറാമെന്ന. പക്ഷേ ദൈവിക വ്യവസ്ഥ വ്യത്യസ്തമാണ്. മൗനമായി
ദാനിയേൽ പ്രതികരിച്ചില്ല. ദാനിയേൽ ഒരു വ്യക്തിയോടും അപേക്ഷ നൽകിയില്ല. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. അവനെതിരായിട്ടുള്ള ആ രേഖയുടെ പൂർത്തീകരണമുണ്ടായി. ഒരു രാത്രിയിൽ അവൻ സ്വസ്ഥമായി സിംഹക്കുഴിക്കകത്ത് ഹല്ലേലൂയ നിലകൊള്ളുവാനിടയായി. എന്നാൽ പ്രഭാതത്തിൽ രാജാവ് വന്ന് നോക്കിയപ്പോൾ ദാനിയേലിനൊരു കേടും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടിട്ട് അവനെ കരകയറ്റുവാൻ ഇടയായി. ഹല്ലേലൂയ. രാജാവിനോട് പ്രാർത്ഥിക്കണം എന്ന് രേഖ എഴുതിപ്പിച്ചതായ വ്യക്തികൾ ആരൊക്കെയാണോ അവരെ ഹല്ലേലൂയ സിംഹക്കുഴിക്കകത്ത് കൊണ്ടുവന്ന ഇടുന്ന അനുഭവത്തിന് ഹല്ലേലൂയ അവർ ഉടമകളായി മാറുകയാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിനക്കെതിരെ ശത്രു കെണി ഒരുക്കിയാൽ നീ ഭയപ്പെടേണ്ടെന്നേ. ദൈവത്തോട് നീ ചേർന്ന് നിൽക്കാൻ, ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ, ഹല്ലേലൂയ ദൈവഭക്തനായി നിലകൊള്ളാൻ. അന്ധകാര ശക്തി അതിന്റെ പാത്രതയെ തകരുന്നത് കാണുവാൻ കഴിയത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് നിശ്ചയമാണ്. അതിനൊരു പക്ഷേ അല്പസമയം വേണ്ടി വരും. സമയം വേണ്ടി വരും. ആ സമയത്ത് നിൽക്കാനാണ് പ്രയാസം. നിൽക്കാൻ തയ്യാറായ സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, സിംഹക്കുഴി എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, സിംഹത്തിന്റെ വായ അടയ്ക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? പൗലോസും ശീലാസും, കർത്താവേ, ഞങ്ങൾ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക, ഈ കെട്ടഴിഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചവര്. അവർ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്? ദൈവമായുള്ള ബന്ധത്തിൽ അല്പസമയം ആയിരിക്കണം എന്ന് അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതവർ ചെയ്തു. അത് ചെയ്തപ്പോൾ ആ ചെയ്യുന്ന സന്ദർഭം നോക്കണം. അവിടെ ശരീരം മുറിവേറ്റ ശരീരത്തിനുടമകളാണ്, വേദന നിറഞ്ഞ അനുഭവത്തിനുടമകളാ. പക്ഷെ ദൈവിക ബന്ധത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ ഹൃദയത്തിനകത്ത് വാഞ്ചയുണ്ടായി. ഹൃദയത്തിനകത്ത് വാഞ്ചയുണ്ടായ വാഞ്ചയനുസരിച്ച ദൈവസന്നിധിയോട് അവിടെ അടുത്തു ചെന്നപ്പോൾ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിക്കകത്തേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്നെ ഇല്ലാതെയാക്കുവാൻ ശത്രു ഒരുപക്ഷെ പദ്ധതി ഒരുക്കിയാലോ ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദാനിയേലിനെതിരായവരെ ദൈവം എന്ത് ചെയ്തു? ഇല്ലാതെയാക്കി. പൗലോസിനും ശീലാസിനും എതിരായവരെ ദൈവം എന്ത് ചെയ്തു? മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലായോ? മാനസാന്തരത്തിലേക്ക് ആരെ കൊണ്ടുവന്നു? പൗലോസിനും ശീലാസിനും എതിരായി നിന്നവരെ സ്തോത്രം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. ശതാധിപൻ വന്ന് മുട്ടുമടക്കുന്നതാണ്. ഹല്ലേലൂയ. ആ കാരാഗ്രഹ പ്രമാണി വന്ന് ഹല്ലേലൂയ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? സ്തോത്രം. ആ കുടുംബം കർത്താവിനെ അറിയാൻ കാരണമായി. ആര്? കാരാഗ്രഹ പ്രമാണി കുടുംബം കർത്താവിനെ അറിയാൻ കാരണമായി. അപ്പോൾ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിലുണ്ടായ വേദന അനുഗ്രഹമായോ അതോ നഷ്ടമായോ? അപ്പൊ വേദനയിൽ പ്രാർത്ഥിച്ചത് പൗലോസേ നിനക്ക് നഷ്ടമാണോ? അവൻ പറയും നഷ്ടമല്ല. അന്ന് രാത്രി അതുവരെ ഞാൻ അറിയാത്ത ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, എല്ലാവരുടെയും ചങ്ങലകൾ അടിഞ്ഞുപോയി. ഞാൻ മാത്രമല്ല വിടുതൽ പ്രാപിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവരും വിടുതൽ പ്രാപിക്കത്തക്കവണോ ദൈവപ്രവൃത്തി അറിയത്തക്കവണോ ഒരവസരം ദൈവം ഒരുക്കുവാനിടയായി. അതെന്തുകൊണ്ടാ ഒരുക്കാനിടയായി? പ്രാർത്ഥിക്കാൻ സമയം
ഇന്നത്തെ അനുഭവത്തില് രാത്രിയല്ലേ, കിടന്നുറങ്ങ്. അല്ലെ ഒന്ന് പതുക്കെ പ്രാർത്ഥിക്ക്. ആ കിളിവാതിലങ്ങ് അടച്ചിട്. എന്നിട്ടിരുന്ന് നമ്മുടെ സാഹചര്യം ആർക്കറിയാം? അതല്ലേ നമ്മൾ ഇന്ന് പറയുന്ന മിടുക്കന്മാർ പറയുന്നതല്ലേ? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം തരുന്ന സന്ദർഭം തക്കത്തിൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? അഡ്ജസ്റ്റ്മെന്റ് നടത്തരുത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ആരെ പോലെയാകണം നമ്മൾ? ദാനിയേലിനെ പോലെ. ആരെ പോലെയാകണം നമ്മൾ? പൗലോസും ശീലാസിനെ പോലെ. ദാനിയേൽ എതിരെ രേഖ എഴുതിയെന്ന് അറിഞ്ഞു, പക്ഷെ അവൻ ചെയ്ത ദൈവിക ബന്ധത്തിന് മുടക്കം വരുത്തിയില്ല. സ്തോത്രം. ശരീരം മുഴുവൻ മുറിവുകളായി കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടന്നു. പക്ഷെ ദൈവമായുള്ള ബന്ധം വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ മൗനമായി കിടന്നില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവിതലേ, വാസ്തവമായ ഒരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ഒരു ദൈവിക കരുതൽ അനുഭവിപ്പാൻ, ഒരു ദൈവിക പ്രവൃത്തിക്ക് ഉടമയാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇന്ന് പകൽ നിർത്തുകയാ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവർ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തല്ലോ. അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അവിടുത്തെ മഹത്വം കാണുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. ദൈവിക പ്രവൃത്തി കാണുവാൻ കൃപ നൽകും. മഹത്വം എൻ്റെ കർത്താവിന്. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ നാഥ. പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് മറയ്ക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാനേ യഹോവയേ, മനസ്സാലി ഉടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സാലി ഉടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പിതാവൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകത്തിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുഖത്ത് കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ മടങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.